യുദ്ധത്തിലും ആയുധ നിർമ്മാണത്തിലും മാത്രമല്ല, സാങ്കേതിക വിദ്യയിലും ഇറാൻ മുന്നേറുകയാണ്. ആശയവിനിമയ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിലൂടെ മാത്രമല്ല, ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഇറാനിൽ ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ്. പാശ്ചാത്യ ശക്തികൾ ഇറാന് മേൽ നിയമവിരുദ്ധമായ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടും 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമുള്ള ബഹിരാകാശ പദ്ധതിയിലെ പുരോഗതി അസാധാരണമായാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇത് ഒരു ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടമായിരുന്നു. സാങ്കേതിക രംഗത്തുള്ള രാജ്യത്തിന്റെ മികവ് പണ്ട് മുതലേ രാജ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2000-ന്റെ അവസാന കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ബഹിരാകാശത്തേക്ക് വസ്തുക്കൾ നിക്ഷേപിക്കാൻ കഴിവുള്ള 9 രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമായിക്കൊണ്ട് ഇറാൻ ഒരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 2009 ഫെബ്രുവരി 2-ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവരുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹമായ ഒമീദ് വിക്ഷേപിച്ചുകൊണ്ട് ആഗോള ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഗവേഷണത്തിനും ടെലികമ്മ്യൂണിക്കേഷനുമായി രൂപകൽപ്പന ചെയ്ത ഈ ക്യൂബിക് ഉപഗ്രഹം 3 മാസം ഭൂമിയെ ഭ്രമണപഥത്തിൽ ചുറ്റി നടക്കുകയും ചെയ്തു. ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ വളർന്നു വരുന്ന കഴിവുകളാണ് ഇതൊക്കെ പ്രകടമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇറാൻ 5-ലധികം തരം കാരിയൻ റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തു. ഇവ നിരവധി ആശയവിനിമയ, നിരീക്ഷണ, ഗവേഷണ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തു. ശാസ്ത്രമേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് തടസ്സമായി നിൽക്കുന്ന അമേരിക്കയുടെ നിരന്തരവും അന്യായവുമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അതൊന്നും എവിടെയും ഏശയില്ല എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾക്കും മറ്റുമായി വിദേശ സഹായങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇറാൻ സ്വന്തമായാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉപഗ്രഹ ദൗത്യങ്ങൾക്കപ്പുറം ബയോ ആസ്ട്രോനോട്ടിക്സിലും ഇറാന്റെ പുരോഗതി ഒരുപോലെ ശ്രദ്ധേയമാണ്. ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറപ്പാകുകയും വളർന്നു വരുന്ന ബഹിരാകാശ ശക്തി എന്ന നിലയിൽ സാങ്കേതിക മേഖലയിൽ ഇറാന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതെല്ലാം. തങ്ങളുടെ മുൻനിര ഉപഗ്രഹ വിക്ഷേപണ പരിപാടിക്കൊപ്പം തന്നെ ഇറാൻ ഒരു ബയോ ആസ്ട്രോനോട്ടിക്കൽ സംരംഭവും നയിക്കുന്നുണ്ട്. ഇത് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കാൻ ഏറെ സാധ്യതയുണ്ട്. 2002 മുതൽ എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈഫ് ഇൻ സ്പേസ് റിസർച്ച് ഗ്രൂപ്പ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിൽ പരീക്ഷണങ്ങൾ നടത്തിവരികയാണ്. അതിന് മുന്നോടിയായി ജീവജാലങ്ങളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രത്യേക ബയോ ക്യാപ്സ്യൂളുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രാലയത്തിനും സായുധ സേന ലോജിസ്റ്റിക്സിനും കീഴിലുള്ള ഇറാൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രി ഓർഗനൈസേഷനുമായി എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പങ്കാളിത്തം സ്ഥാപിക്കുകയുണ്ടായി. 2006 നവംബറിൽ കവോഷ്ഗോർ എ പരീക്ഷണ റോക്കറ്റിന്റെ വിക്ഷേപണത്തോടെയാണ് പ്രോഗ്രാമിന്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചത്. 2010 ഫെബ്രുവരി 3-ന് ഇറാൻ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ഒരു എലി, 2 ആമകൾ, നിരവധി പുഴുക്കൾ തുടങ്ങിയവ അടങ്ങിയ ബയോ ക്യാപ്സ്യൂൾ ഘടിപ്പിച്ച കവോഷ്ഗോർ ബി റോക്കറ്റ് വിക്ഷേപണം. ഈ ദൗത്യം ഇറാന്റെ ചരിത്രം തിരുത്തുന്നതായിരുന്നു. 2013-ൽ ഇറാൻ വീണ്ടും തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിച്ചിരിക്കുകയാണ്. ജനുവരി 28-ന് 3 വയസ്സുള്ള റീസസ് മക്കാക്കി എന്ന ഇനം കുരങ്ങിനെ ഇറാൻ വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഇതോടെ ബഹിരാകാശത്തേക്ക് ഒരു സസ്തനിയെ അയച്ച 5-മത്തതും അതിനു മുമ്പ് കുഞ്ഞു ജീവികളെ അയച്ച 6-മത്തതുമായ രാജ്യമായി ഇറാൻ വീണ്ടും അതിൻ്റെ ചരിത്രം തിരുത്തി എഴുതുകയാണ്.